പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത വിമർശനങ്ങളുമായി PV അൻവർ MLA രംഗത്ത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കും ADGP MR അജിത് കുമാറിനുമെതിരെ ആഞ്ഞടിച്ച് PV അൻവർ MLA. മുഖ്യമന്ത്രി പറയുന്നത് കൃത്യമായി പറയാതെ സർക്കാരിനെ മോശമാക്കാൻ അജിത് കുമാറും ടീമും പ്രവർത്തിച്ചു. മന്ത്രിമാരുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ ചോർത്തിയെന്നും അൻവർ ആരോപിച്ചു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത്താത്ത് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ, കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. കസ്റ്റംസിലൊരു സെക്ഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസ് പഠിച്ചല്ലോ അല്ലേ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പഠിക്കുന്നല്ലേ? അങ്ങനത്തെ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പം തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വിവരം കിട്ടും. അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ആരറിയാം നമുക്ക്? നിങ്ങൾ ശരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട്. ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല, ഇത് അയക്കുന്നവനും അറിയില്ല. ഓല് വിചാരിക്കും അവരുടെ ഈ പാക്കിംഗ് സിസ്റ്റത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGPയെയും മുഖ്യമന്ത്രി വിശ്വസിച്ചാണ് ചുമതലകൾ ഏൽപ്പിച്ചതെന്നും അത് കൃത്യമായി ചെയ്തില്ലെന്നും അൻവർ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിനെതിരെ താൻ സഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണത്തിൽ തന്റെ മൊഴി രേഖപ്പെടുത്താതെ കോടതിയിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും PV അൻവർ പറഞ്ഞു. താൻ പറയുന്നതിൽ കഴമ്പില്ലെന്നാണ് പോലീസ് പറയുന്നതെന്നും PV അൻവർ പറയുന്നു. എല്ലാ രാഷ്ട്രീയക്കാരുടെയും പത്രക്കാരുടെയും ഫോൺ കോൾ സൈബർ സെൽ ചോർത്തുന്നുവെന്ന് അൻവർ ആരോപിച്ചു. ADGP-എതിരായി അസിസ്റ്റന്റിനെ വെച്ചാണ് ചോർത്തുന്നതെന്ന് അൻവർ പറയുന്നു. MR അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചെന്ന ഗുരുതര ആരോപണവും അൻവർ ഉന്നയിച്ചു. തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിൻ്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ? പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം, അവിടെ കിണറുണ്ടെന്ന് ആലോചിക്കോ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കോ? ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണറ് കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ. അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുന്നു. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ച് കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിൻ്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എൻ്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റുമല്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമല്ല, ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണല്ലോ അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡുണ്ട്, നമുക്കറിയാലോ. MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ദാവൂദ് ഇബ്രാഹിം ആണെന്നും PV അൻവർ കുറ്റപ്പെടുത്തി. ADGP MR അജിത് കുമാറിനും SP സുജിത് ദാസിനും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമെന്നും PV അൻവർ പറഞ്ഞു. അജിത് കുമാറിന്റെ ഭാര്യയുടെ ഫോൺ കോൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നും SP സുജിത് ദാസ് സ്വർണ്ണക്കടത്തിന് സഹായം ചെയ്യുകയല്ല, അതിന്റെ ഭാഗം തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്ട് നിന്ന് കാണാതായ കച്ചവടക്കാരനെ കൊലപ്പെടുത്തിയെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഇതിന് പിന്നിൽ കള്ളക്കടത്ത് സംഘമുണ്ട്. സുജിത് ദാസ് ഇവിടെ വരും മുന്നേ കസ്റ്റഡിയിലായിരുന്നു.
ആയിരുന്നു. അയാൾ കസ്റ്റംസുമായി ബന്ധം പുലർത്തുന്നുണ്ട്. സുജിത്ദാസിന് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധമുണ്ട്. കള്ളക്കടത്തിലെ ഒരു വിഭാഗം സുജിത്തിനെ വിളിച്ചു പറയും. എയർപോർട്ടിൽ നിന്ന് അവരെ കടത്തിവിടും. വിമാനത്താവളത്തിന് പുറത്തു നിന്ന് പോലീസ് ഇവരെ പിടിക്കും. എന്നിട്ട് ഇവരുടെ കേന്ദ്രത്തിലേക്ക് പോകും. 25 സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 എണ്ണം എടുത്തു മാറ്റുമെന്ന് അൻവർ പറയുന്നു. ഇതിന്റെ തലവൻ അജിത് കുമാറാണെന്നാണ് PV അൻവർ ആരോപിക്കുന്നത്. ക്രമക്കേടുകൾ പുറത്തു കൊണ്ടുവരണമെന്ന് സേനയിലെ മുഴുവൻ പേരും ആഗ്രഹിക്കുന്നുണ്ട്. വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നിരീക്ഷണത്തിൽ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അൻവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. NIPMS Academy, Nisar Hospital, Valancheri. For admission 9957 08048.